ഇറാൻ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന ശക്തമായ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ലെബനാനിലെയും ഈ വെടിനിർത്തലിൽ ഉൾക്കൊള്ളിക്കണം എന്നായിരുന്നു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഈ സീസ് ഫയർ, ഈ വെടിനിർത്തലിൽ ലെബനാൻ ഉൾപ്പെടില്ല, അവിടെ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. എന്നാൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ശക്തമായ വാണിംഗ് നൽകിയിരിക്കുകയാണ്. ലെബനാനിൽ വീണ്ടും യുദ്ധം നടത്തുന്ന അല്ലെങ്കിൽ അവിടെ വെടിനിർത്തൽ നടപ്പിലാകാതിരിക്കുന്ന ഏത് ഘട്ടത്തിലും വീണ്ടും അതിശക്തമായി എല്ലാ പാർട്ടികളിൽ നിന്നും, എന്ന് പറഞ്ഞാൽ ഇറാനും അവരുടെ സഖ്യ ഗ്രൂപ്പുകൾ, ഇവരെല്ലാം ഒരുമിച്ച് യുദ്ധം വീണ്ടും ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തലിന് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇറാന്റെ ഈ ഭീഷണിക്ക് മുന്നിൽ ഇസ്രയേൽ പിൻവാങ്ങുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ ലബനാനിൽ യുദ്ധം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇറാൻ പിൻവാങ്ങുകയില്ല, യുദ്ധം തുടരും എന്ന് തന്നെയാണ് അവർ അസന്നിഗ്ധമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ ഈ നീക്കം മാത്രമല്ല, ഇസ്രയേലിന് ഇറാനിൽ നിന്നുള്ള യുദ്ധം അവസാനിപ്പിച്ച് ലെബനാനിൽ കൂടുതൽ ആക്രമണം നടത്താൻ വേണ്ടിയാണോ ഈ യുദ്ധം, ഈ താൽക്കാലികമായ വെടിനിർത്തൽ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇറാനും അതുപോലെ തന്നെ ലെബനാനിലെ ഹിസ്ബുള്ളയും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേലിന് നേരെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. കൃത്യമായ ടൈമുകൾ ഏകീകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ ഇറാനും ഹിസ്ബുള്ളയും നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇറാന്റെ ആക്രമണം നിർത്തി ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നത് ഒരുപക്ഷെ ഇസ്രായേൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാവാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഈ ലെബനാനെതിരെ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് ശ്രമിക്കുകയാണെങ്കിൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ വരും നിമിഷങ്ങളിൽ ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ പിൻവാങ്ങിയില്ലെങ്കിൽ തീർച്ചയായും ഇസ്രായേലിനെതിരെ വീണ്ടും ഇറാൻ ആക്രമണം പുനരാരംഭിക്കുമെന്നതിൽ സംശയമില്ല.